ഓം ജയ് സായിറാം. നമഃശിവായ. ഇന്ന് 8ാമത്തെ അധ്യായമാണ് വായിക്കുന്നത്. മഹത്തായ മനുഷ്യജന്മം. ദിവസം പുലരുന്നു, അസ്തമിക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ കൊഴിയുന്നതിനോടൊപ്പം ജീവിതവും കടന്നു പോകുന്നു. അമൂല്യമായ ജീവിതത്തിന്റെ പകുതിയോളം ഉറങ്ങി തീർക്കുകയാണ് നമ്മൾ. ഉണർന്നിരിക്കുന്ന വേളയിൽ ശാന്തിയോ സുഖമോ അനുഭവിക്കുന്നുമില്ല. കളിയിൽ മുഴുകി ബാല്യമാകുന്നു. തരുണിയിൽ ശക്തനായി താരുണ്യം പൊലിയുന്നു. തരുണി എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്നർത്ഥം. വാർദ്ധക്യത്തിൽ രോഗാദികൾ കാത്തിരിക്കുകയാണ്. കഴിക്കുക, ശരീരം പുഷ്ടിപ്പെടുത്തുക, വിഷയസുഖം നുകരുക, പിന്നെ ജീവൻ ഒടുങ്ങുന്നത് വരെ ഈ ശരീരം ചുമക്കുക. അതിനാണോ ഈ മനുഷ്യജന്മം? നമ്മളുടെ ഓരോ ദിവസത്തെ കാര്യങ്ങളെ കുറിച്ചാണ് അതിൽ പറയണത്. കളിയിലൊക്കെ മുഴുകി ബാല്യം അകന്നു പോകുന്നു. വിവാഹം കാര്യങ്ങളൊക്കെയാണ് തരുണിയിൽ ശക്തനായി എന്ന് പറയുന്നത്. അങ്ങനെ ചെറുപ്പക്കാലം അങ്ങനെ പോകുന്നു. പിന്നെയോ വാർദ്ധക്യമായി. വാർദ്ധക്യത്തില് രോഗങ്ങൾ സഹജമാണ് എല്ലാവർക്കും. ഇതാണ് ഒരു മനുഷ്യജന്മം കൊണ്ട് നമ്മൾ ചെയ്തു തീർക്കണ കാര്യങ്ങൾ. പിന്നെ ഭക്ഷണം കഴിക്കുക, ശരീരം പുഷ്ടിപ്പെടുത്തുക, വിഷയസുഖം നുകരുക, പിന്നെ ജീവൻ ഒടുങ്ങുന്ന വരെ ഈ ശരീരം ഇങ്ങനെ കൊണ്ടു നടക്കുക. ഇതിനെക്കുറിച്ചാണ് ഈ ഖണ്ഡികയിൽ പറഞ്ഞത്. പക്ഷെ ഇതാണോ മനുഷ്യജന്മം? അല്ല. പിന്നെ എന്താണ്? ഭഗവാനെ സാക്ഷാത്കരിക്കുക. അതിനുവേണ്ടി മാത്രമാണ് ഈ മനുഷ്യജന്മം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ നായയുടെയും പന്നിയുടെയും മനുഷ്യന്റെയും ജീവിതം തമ്മിൽ എന്ത് വ്യത്യാസം? ഈ ഈശ്വര സാക്ഷാത്കാരം നമുക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഈ മൃഗങ്ങളെ നമ്മൾ തമ്മിൽ എന്താണ് വ്യത്യാസം എന്നാണ് ചോദിക്കുന്നത്. നായ വയറ് നിറവോളം തിന്നും, സന്തതികളെ ജനിപ്പിക്കും. ഇത്രയുമേ മനുഷ്യനും ചെയ്യുന്നുള്ളൂ എങ്കിൽ മനുഷ്യജന്മത്തിന്റെ മഹത്വം എന്ത്? അത് ആലോചിക്കാൻ പറയാണ്. ഞാൻ ആര്? എവിടെ നിന്ന് വന്നു? എവിടേക്ക് പോകുന്നു? എന്തിന് ഞാൻ ജനിച്ചു? ഇതിനെല്ലാം ഉത്തരം ലഭിച്ചവനത്രേ ജ്ഞാനി. ഈ ജ്ഞാനം നേടുന്നതിന് വേണ്ടിയാണ് ഈ മനുഷ്യജന്മം. നമ്മൾ പറയും സാധാരണ, ഹൂ ആം ഐ? ഞാൻ ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? അതെപ്പോഴും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് അധർമ്മം പ്രവർത്തിക്കാനായിട്ട് നമുക്ക് തോന്നില്ല. അങ്ങനെ ഇതിനെല്ലാം ഉത്തരം കിട്ടുന്നവനാണ് ജ്ഞാനി എന്ന് പറയണം. ഈ ജ്ഞാനം നേടുന്നതിന് വേണ്ടിയാണ് ഈ മനുഷ്യജന്മം. ആഹാരം, നിദ്ര, ഭയം, മൈഥുനം ഇവ നാലും എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളത് തന്നെ. പക്ഷേ മനുഷ്യജീവിക്ക് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. അവന് ഈശ്വരത്വം നേടാം. അതുകൊണ്ടാണ് ദേവന്മാർ പോലും ദുർലഭമായ മാനവജന്മം കൊതിക്കുന്നത്. ദീപം പോലെയാണ് മനുഷ്യ ശരീരം. ദീപം ശ്രദ്ധിക്കുക. നാം ആദ്യം കാണുന്ന ദീപം അവസാനം കാണുന്ന ദീപവും ഒന്നല്ല. ആദ്യം കാണുന്ന ദീപവും അവസാനം കാണുന്ന ദീപവും ഒന്നല്ല എന്നാണ് പറയുന്നത്. ഓരോ നിമിഷവും പുതിയ ജ്വാലയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ എണ്ണ വറ്റുന്നത്. പക്ഷേ അക്കാര്യം നമ്മുടെ ശ്രദ്ധയിൽ ഒരിക്കലും പെടുന്നുമില്ല. അതുപോലെ ഈ ശരീരത്തിൽ ബാല്യം, യൗവനം, വാർദ്ധക്യം എന്നീ അവസ്ഥകൾ അനുനിമിഷം മാറി മാറി കടന്നു പോകുന്നു. നിരന്തരമായ ആ മാറ്റത്തെക്കുറിച്ച് നാം അപ്പോൾ ബോധവാന്മാരല്ല. നമ്മൾ ഈ യാന്ത്രിക ജീവിതത്തില് ആധ്യാത്മികമായിട്ടുള്ള ചിന്തകൾ നമുക്ക് കടന്നെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലൊക്കെ ചിന്തിക്കാനൊക്കെ നമുക്ക് സാധിക്കുക. ഇല്ല വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മൃഗതുല്യത തന്നെയാണ് മനുഷ്യരുടെ ഈ ജന്മങ്ങളും. കാരണം ആത്മീയതയാണ് അതിൽ നിന്നും നമ്മളെ വ്യത്യസ്തമാക്കുന്നത്. ആത്മീയമായിട്ടുള്ള ചിന്ത. എന്താണ് ഈ ശരീരം ചോദിക്കാണ്. ഒരു മാലിന്യ ഭാണ്ഡം. മലം, മൂത്രം, കഫം, പഴുപ്പ്, തുപ്പൽ ഇതൊക്കെ അല്ലാതെ മറ്റെന്താണ് ഇതിനുള്ളിലുള്ളത്? ഇതെല്ലാം പുറത്തു പോകാനുള്ള ചാലാണ് ഈ ശരീരം.
ശരീരത്തിൽ എന്തൊക്കെയാണുള്ളത് വെച്ചാൽ നമുക്കൊക്കെ അറിയാം. ശരീരത്തിന്റെ അവസ്ഥകളെ കുറിച്ച്. രോഗാദി ക്ലേശങ്ങളുടെ സംഭരണശാലയല്ലേ ഈ ശരീരം? ആലോചിച്ചു നോക്കൂ. ഇത് അസ്ഥി കൊണ്ടും ചർമ്മം കൊണ്ടും നിർമ്മിച്ച ഒരു പാത്രമല്ലേ? മലമൂത്രങ്ങളുടെ ഒരു കുഴിയല്ലേ ഇത്? നമ്മൾ സ്വയം ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു വിഷമം തോന്നും. എന്താണ് ഈ ശരീരത്തെ കുറിച്ച്? ശരീരത്തിന്റെ ഉള്ളിൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അവസ്ഥയാണ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ എല്ലാത്തിലും ഉള്ളത്, എല്ലാവരുടെയും ഉള്ളത്. മൃഗത്തിന്റെ ആയാലും ശരി, മനുഷ്യന്റെ ആയാലും ശരി. ചർമ്മം, മാംസം, രക്തം, പേശി, കൊഴുപ്പ്, മജ്ജ, ഗുഹ്യം, മലദ്വാരം എന്നിങ്ങനെ മനം മടുപ്പിക്കുന്ന ഭാഗങ്ങൾ ചേർന്നതല്ലേ നൈമിഷികമായ ഈ ശരീരം? ശരീരത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്ന എന്താ പറയാ മടുപ്പിക്കുന്ന വിഷയങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അത്രയുമോ? സദാ ഈ ശരീരവും പേറി മരണത്തെയും ഭയന്ന് സമയം തള്ളി നീക്കുകയാണ് നമ്മൾ. ആയുസ് എത്ര നീട്ടിക്കിട്ടിയാലും ഒരിക്കൽ മരിച്ചേ പറ്റൂ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഈ ശരീരം പേറിയിട്ട് നമുക്ക് അവസാനം എന്താ? മരണമാണ് അല്ലേ? ചിലവരുടെയൊക്കെ ശരീരം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര തടിച്ച ശരീരമൊക്കെ ആയിട്ട് ചില ആൾക്കാർ നടക്കുമ്പോൾ നമുക്ക് തന്നെ ആ കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും. അപ്പോൾ അതിനെക്കുറിച്ച് അയാൾ ബോധവാന്മാരാവുകയാണെങ്കിൽ, അങ്ങനെ തടിച്ച ആൾക്കാർ ബോധവാന്മാരാവുകയാണെങ്കിൽ ആ ശരീരത്തിന്റെ ഭാരം കുറയ്ക്കാനെങ്കിൽ അവർ ശ്രദ്ധിക്കുമായിരുന്നു. പക്ഷെ പലരും അത് ശ്രദ്ധിക്കാറില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ഭക്ഷണക്രമങ്ങളൊക്കെ നമ്മളുടെ ശരീരഭാരത്തെ കൂട്ടാൻ, തടി കൂട്ടാൻ ഉതകുന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ ഈ മാംസമായിട്ട് കഴിക്കുന്ന പലതും. എത്രയൊക്കെ ആയുസ് നീട്ടിയിട്ടാലും ഒരു ദിവസം നമ്മൾ യാത്ര പറഞ്ഞേ പറ്റൂ. ഈ ദയനീയ അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ ഒരു വഴിയേ ഉള്ളൂ. ഭഗവാനെ സ്മരിക്കുക, ഋഷിചരിത്രം കേൾക്കുക. അങ്ങനെ ഉപയോഗിക്കുന്ന സമയം മാത്രമാണ് ശരിയായി ഉപയോഗിച്ച സമയം. ഇത്തരത്തില് എന്താ പറയാ ഋഷിചരിത്രം, അതായത് നല്ല പുണ്യാത്മാക്കളുടെ ജീവിത ചരിത്രങ്ങൾ പഠിക്കുക. രാമായണം, ഭാഗവതം അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ സായിയുടെ സച്ചരിതം കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ജീവിതത്തിൽ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. മറ്റേതെല്ലാം പാഴാക്കിയ സമയം, അപ്പോഴെന്താണ് ഒരു വഴി? വഴിയുണ്ട്. അപ്പൊ നമ്മൾ വെറുതെ കളഞ്ഞ സമയമൊക്കെ എന്താണെന്നാണ് ചോദിക്കണേ. അതിനൊരു വഴിയുണ്ട്. ശരീരത്തെ തഴുകി താലോലിക്കണ്ട, അതുപോലെ തന്നെ തീരെ അവഗണിക്കുകയും അരുത്. അതായത് അധികമായാൽ അമൃതവും വിഷം എന്ന് പറയുന്ന പോലെ കൂടുതൽ താലോലിക്കും വേണ്ട, തീരെ അവഗണിക്കുകയും അരുത്. അതിനൊരു ഉദാഹരണം പറഞ്ഞു. കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ലക്ഷ്യസ്ഥാനത്തെത്താൻ കുതിരയെ എങ്ങനെ ഉപയോഗിക്കുന്നുവോ ശ്രദ്ധിക്കുന്നുവോ അതുപോലെ ഈശ്വര ദർശനം നേടാനായി ഈ ശരീരത്തെ ഉപയോഗിക്കുക. അത്രമാത്രം. നമുക്കറിയാലോ, കുതിരപ്പുറത്ത് പോകുമ്പോൾ നമ്മൾ കുതിരയുടെ കടിഞ്ഞാൻ കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കുതിരേനെ നമ്മൾ കൺട്രോൾ ചെയ്ത് പോകും. അതുപോലെ ഈ ശരീരത്തെ കൺട്രോൾ ചെയ്യുന്നതാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഈശ്വര ദർശനം നേടാനായിട്ട്. തപസ് ചെയ്യണമെന്ന അർത്ഥം, വേറൊന്നുമല്ല. ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് തപസ് ചെയ്യുക. എത്രയോ ജന്മങ്ങളിലെ നരകയാതനകളും സുഹൃതങ്ങളും കൂടി ചേർന്ന് പാപപുണ്യങ്ങൾ സമമായപ്പോൾ ഈശ്വരകൃപയാൽ മാത്രം സിദ്ധിച്ചതാണ് മനുഷ്യ ശരീരം. അത് പാഴാക്കരുതേ എന്ന് പറയാണ്. എന്താണ്? നമ്മൾ പൂർവ്വജന്മങ്ങളിൽ ചെയ്തിട്ടുള്ളതും ഈ ജന്മങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ളതും ഒക്കെ കൂടി പാപപുണ്യങ്ങൾ സമമാവുമ്പോഴാണത്രേ നമുക്ക് മനുഷ്യജന്മം കിട്ടുന്നത്. മഹാഭാഗ്യം കൊണ്ട് സിദ്ധിച്ചതാണ് ഈ മനുഷ്യജന്മം. അതിൽ തന്നെ പൂർവ്വ സുഹൃത വിശേഷാൽ ബ്രാഹ്മണനായി ജനിക്കുന്നു. ഇതിലൊക്കെ പ്രാധാന്യമേറിയ കാര്യമാണ് സായി തൃപ്പാദങ്ങളിൽ ശരണം തേടുക എന്നത്. ഇത് മൂന്നും നേടിയവർ സുദുർലഭം. ഇത് മൂന്നും കിട്ടിയവർ വളരെ കുറവാണെന്ന് അർത്ഥം. എന്തൊക്കെയാണ്? ഈ മനുഷ്യജന്മം കിട്ടി, അതിനുശേഷം ആ മനുഷ്യജന്മത്തില് പൂർവ്വ സുഹൃത വിശേഷത്താൽ, നമ്മൾ ജന്മസുഹൃത്തം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ബ്രാഹ്മണനായിട്ട് ജനിക്കുന്നു. മനുഷ്യജന്മം കിട്ടി, ബ്രാഹ്മണനായിട്ട് ജനിച്ചു. അതിനും പുറമെ
സായി തൃപ്പാദങ്ങളിൽ നമുക്ക് ശരണം തേടാൻ സാധിക്കുക. ഈ മൂന്നും കിട്ടിയവര് വളരെ ദുർലഭമായിട്ടുള്ളവരാണെന്ന് അർത്ഥം. മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ജീവിതം വളരെ ക്ഷണികം. അതിനാൽ മനുഷ്യജന്മം കിട്ടിയത് എന്തിനാണോ അതിനായി അരനിമിഷം പോലും കളയാതെ യത്നിക്കുക. ഭാര്യ നഷ്ടപ്പെട്ടയാൾ പുനർവിവാഹത്തിനും മകനെ നഷ്ടപ്പെട്ട മഹാരാജാവ് പുത്രനെ കണ്ടെത്താൻ കാണിക്കുന്ന വെമ്പലിനും സമാനമാകട്ടെ ഈശ്വരനു വേണ്ടിയുള്ള നിങ്ങളുടെ വ്യാകുലത. ആലസ്യം അജ്ഞാനം അകറ്റി ആത്മചിന്തയിൽ മുഴുകുക. അങ്ങനെയല്ലാതുള്ള ജീവിതം മൃഗതുല്യമാണ്. എന്താണ് ഇതിനുള്ള ഒരു പോംവഴി? മഹാത്മാക്കളുമായിട്ടുള്ള സംസർഗം. അത് ആധ്യാത്മിക പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിലും നിരവധി പുണ്യഗ്രന്ഥങ്ങൾ പഠിക്കുന്നതിലും വളരെയേറെ ഉപരിയാണ്. അനേകം നക്ഷത്രങ്ങൾ ഒരുമിച്ച് കൂടിയാലും സൂര്യനേകുന്ന പ്രകാശത്തിന് തുല്യമാകുമോ? അതുപോലെയാണ് മഹാത്മാക്കളുമായിട്ടുള്ള സംസർഗം. അവരുടെ സാന്നിധ്യം തന്നെ ജീവരാശിയെ കർമ്മബന്ധ വിമുക്തമാക്കുന്നു. ഋഷികളുടെ ഋഷിയായിരുന്നു സായിനാഥ്. അവിടുത്തെ സാന്നിധ്യം ഏവർക്കും ആനന്ദമേകി. സദാ ആത്മനിമഗ്നനായിരുന്ന സായീശ്വരൻ എല്ലാറ്റിനെയും സമദൃഷ്ടിയിൽ കണ്ടു. എല്ലാരെയും ഒരുപോലെ കണ്ടു എന്നർത്ഥം. ഞാൻ എന്നോ എൻ്റെ എന്നോ ഇല്ലാതെ എല്ലാവരിലും അവിടുന്ന് കരുണ ചൊരിഞ്ഞു. യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളും ഇല്ലാതെ, മൃഗമായിക്കോട്ടെ, മനുഷ്യനായിക്കോട്ടെ, ചെടിയായിക്കോട്ടെ, എല്ലാവരിലും. നമ്മൾ നേരത്തെ അധ്യായത്തിൽ വായിച്ചല്ലോ, ഇവിടുന്നൊക്കെ ചെടിയുടെ പൂക്കളുടെ കമ്പുകളൊക്കെ കൊണ്ടുവന്ന് അതിനെ ശുശ്രൂഷിക്കുക. മൃഗങ്ങൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കുമ്പോൾ ആട്ടി ഓടിക്കാതിരിക്കുക. അതുപോലെ തന്നെ മനുഷ്യന്മാർക്ക് കൊടുക്കുക. ഇതൊക്കെയാണ്. എല്ലാവരെയും ഒരുപോലെ കണ്ടു എന്നാണ് പറയുന്നത്. സായീശ്വരനെ പോലുള്ള ഋഷികളുടെ സംസർഗത്താൽ ഒരുവനിൽ ക്ഷമ, ശാന്തി, നിസ്സംഗത്വം, ദാനം, ദയ, മനസ്ഥൈര്യം, അനഹങ്കാരം മുതലായ ഉത്തമ ഗുണങ്ങൾ പ്രകാശിക്കാൻ തുടങ്ങും. സമസ്ത ചരാചരങ്ങളിലും ഈശ്വര സാന്നിധ്യം ദർശിക്കാനാകും. ഭഗവാനെ സ്തുതിച്ചാൽ തന്നെ മതി. നമുക്ക് ഭഗവാനെ നമ്മൾ മനസ്സിലേറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ക്ഷമ, ശാന്തി, നിസ്സംഗത്വം, ദാനം, ദയ, നമ്മൾ അന്നദാനം കൊടുക്കുക, ഇതൊക്കെയാണ് ദയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളുടെ സഹജീവികൾക്ക് കൊടുക്കുന്ന അന്നദാനം ഒരു ദയയാണ്. കാരണം അവർക്ക് വിശന്നിരിക്കുമ്പോൾ നമ്മളത് കൊടുക്കുക. അതുപോലെ തന്നെ അഹങ്കാരമില്ലാതിരിക്കുക മുതലായ ഉത്തമ ഗുണങ്ങൾ പ്രകാശിക്കാൻ തുടങ്ങും. ഭഗവാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഭഗവാനിൽ നമ്മൾ സറണ്ടർ ആവുക. സറണ്ടർ ആയി കഴിഞ്ഞാൽ തന്നെ ഭഗവാന്റെ നമ്മളുടെ അനുഗ്രഹം നമ്മളിലേക്ക് വരാൻ തുടങ്ങിയത് നമ്മുടെ സ്വഭാവത്തിൽ തന്നെ വ്യത്യാസം വരും. അതാണ് ആത്മീയ ചൈതന്യത്തിൽ നിന്നും കിട്ടുന്ന അനുഗ്രഹങ്ങൾ. സമസ്ത ചരാചരങ്ങളും ഈശ്വര സാന്നിധ്യം ദർശിക്കാനാകുന്ന, അതായത് ചരാചരങ്ങൾ എന്ന് പറയാനല്ലോ, ഈ കാണുന്ന എല്ലാ തൂണിലും തുരുമ്പിലും ഭഗവാൻ നാരായണനെ എങ്ങനെയാണോ കണ്ടിരുന്നത് അതുപോലെ നമുക്ക് സർവ്വചരാചരങ്ങളിലും നമുക്ക് ഈശ്വര സാന്നിധ്യം ദർശിക്കാനാവും. മഹാപ്രഭുവായ സായീശ്വരന്റെ ഒരു കടാക്ഷം മാത്രം മതിയായിരുന്നു കുബേരനാകാൻ. അതായത് കൃഷ്ണന്റെ അടുത്ത് പോയിട്ട് കുചേലൻ, നമുക്കറിയാലോ കുചേലവൃത്തം. അപ്പോ അത് കുചേലൻ കൃഷ്ണന്റെ അടുത്ത് പോയിട്ട് ഒന്ന് അനുഗ്രഹിച്ചേ ഉള്ളൂ. കുചേലൻ കുബേരനായി എന്നാ പറഞ്ഞത്. അങ്ങനെയുള്ള അവിടുന്ന് എങ്ങനെ ശ്രുതിയിൽ ആഹാരം തേടിയിരുന്നു എന്ന് കേൾക്കൂ. എല്ലാവർക്കും എല്ലാം കൊടുക്കുന്ന ഭഗവാൻ ഭക്ഷണത്തിനായിട്ട് എന്താണ് ചെയ്തിരുന്നത് എന്നാണ് പറയണത്. തുണി കൊണ്ടൊരു കുമ്പിളുണ്ടാക്കി കയ്യിൽ തകരപാത്രവും പിടിച്ച് അവിടുന്ന് ശ്രുതിയിലെ വീടുകൾ കയറി ഇറങ്ങി ഭിക്ഷയാചിക്കുക. തുണി ഇങ്ങനെ കുമ്പിളാക്കി പിടിക്കുക, കഴുത്തിൽ കെട്ടിയിട്ട് ഒരു തകരപാത്രവും കയറി ഇറങ്ങി. അതുകൊണ്ട് ഓരോ വീടും കയറി ഇറങ്ങി. ഓരോ വീട്ടിലും ചെന്ന് മോളെ എന്തെങ്കിലും കഴിക്കാൻ തരൂ എന്ന് ആ മഹാപ്രഭു വിളിച്ചു ചോദിച്ചു. അവിടത്തേക്ക് ഭിക്ഷ കൊടുക്കാൻ മഹാഭാഗ്യം സിദ്ധിച്ച ശ്രുതിയിലെ ഗ്രാമവാസികൾ എത്ര അനുഗ്രഹീതർ. ഭഗവാനും ഭിക്ഷ കൊടുക്കാന്ന് പറഞ്ഞാൽ പറയാനുണ്ടോ? എത്ര അനുഗ്രഹീതരാണെന്നാണ് പറയണത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സന്യാസിമാരെ പല വീടുകളിലും
ഭിക്ഷയ്ക്ക് വിളിക്കും. അപ്പോൾ നമ്മൾ അവരുടെ വീട്ടിലേക്ക് പോവും. അപ്പോൾ ഭിക്ഷ ഒക്കെ ആയിട്ട് അവർ ഭക്ഷണം നമുക്ക് പ്രത്യേകം തരും. അത് സന്യാസിമാർക്ക് കൊടുക്കുന്ന ഭിക്ഷയാണത്. ഭഗവാൻ വീടുകളിൽ കയറി ഭിക്ഷ എടുക്കുന്നു. ഗൃഹങ്ങളിൽ നിന്നും കിട്ടുന്നതെല്ലാം തുണിയിലും, ഈ ഖരപദാർത്ഥങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ തുണിയിലും, തകരപാത്രത്തിൽ ദ്രാവക, അത് പാലോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ്രാവക രൂപത്തിലുള്ളവ ശേഖരിക്കും. നിശ്ചിത ഗൃഹങ്ങൾ കഴിഞ്ഞാൽ ഭിക്ഷാടനം അന്ന് നിർത്തുകയായി. കുറച്ച് വീടുകളിൽ സെലക്ട് ചെയ്തിട്ട് പോവും, അത് കഴിഞ്ഞാൽ നിർത്തും. പിന്നീട് കിട്ടിയതെല്ലാം കൂട്ടിക്കലർത്തും. എന്നിട്ട് മൺകലത്തിൽ ഇട്ടിട്ട് ആണിത് കൂട്ടിക്കലർത്തണേ. നാവിനെ വെന്ന ബാബയ്ക്ക് എന്തു സ്വാദ്! ഇത് ഉപ്പുള്ളതും പുളിയുള്ളതും എരിവുള്ളതും എല്ലാം കൂടി ഭഗവാൻ ഒന്നാക്കുന്നാണ് പറയണേ. സ്വാദിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. അവിടെ രുചിയൊന്നും അവിടുന്ന് ഗവനിക്കാറേയില്ല. ഈ മിശ്രിതം ആവശ്യത്തിന് അവിടുന്ന് കഴിക്കും. അതിനും സമയനിഷ്ഠയൊന്നുമില്ല. ഇതിങ്ങനെ എല്ലാം കൂടി ഒരു കലത്തിലാക്കി വെച്ചതിന് ശേഷം എപ്പോഴാണ് ഭഗവാന് വെച്ചിക്കണേ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് കഴിയും. ഇപ്പം നമ്മൾ കാലത്ത് 9 മണിക്ക് ഭക്ഷണം കഴിക്കുക, 1 മണിക്ക് ഊണ് കഴിക്കുക, 3 മണിക്ക് ചായ കുടിക്കുക, അങ്ങനെ ഒരു സമയനിഷ്ഠ ഉണ്ടല്ലോ. ഭഗവാൻ അതൊന്നുമില്ല. എപ്പോഴാണോ വെച്ചിക്കുന്നത് അപ്പോൾ അത് എടുത്തിട്ട് കഴിക്കും. ബാബ കഴിക്കുമ്പോൾ ശ്വാക്കളും കാക്കകളും പൂച്ചകളും ഭയലേശമില്ലാതെ ബാബയുടെ സമീപം ചെന്ന് കഴിക്കുന്നുണ്ടാവും. ഭഗവാൻ കഴിക്കുന്നതോട് കൂടിയിട്ട് ഇവരൊക്കെ വരും. കാക്കയും പൂച്ചയും അവിടെയുള്ള മൃഗാദികൾ മുഴുവൻ വന്നിട്ട് ഭഗവാന്റെ കൂടെ കഴിക്കും. അവിടുന്ന് ഒരിക്കലും ഇവയെ ആട്ടി ഓടിച്ചിട്ടില്ല. ഇവയൊന്നും ആട്ടി ഓടിക്കാറില്ല. നമ്മളിപ്പോൾ ഒരു കാക്കയെ പൂച്ച വന്ന് മാറ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിക്കില്ലേ? പക്ഷെ ഭഗവാൻ അതൊന്നും ചെയ്യാറില്ല. അവരിലെല്ലാം ഈശ്വരനെ ദർശിക്കുകയാണ് ഭഗവാനെ. മസ്ജിദ് അടിച്ചു വാരുന്ന സ്ത്രീയും അതിൽ നിന്ന് കുറച്ച് സ്വഗൃഹത്തിലേക്ക് കൊണ്ടുപോകും. നമ്മളൊക്കെ വീട്ടിൽ നമ്മളുടെ സർവൻ്റൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഭക്ഷണം ഉണ്ടെങ്കിൽ കുറച്ച് അവർക്ക് കൊടുക്കൂല. അതുപോലെ തന്നെ ഇത് കൊടുക്കല്ല, അവരെടുത്തു കൊണ്ടുപോകും. അത്രയും സ്വാതന്ത്ര്യമാണ് ഭഗവാനോട് അവർക്ക്. ജന്തുജാലങ്ങളെ പോലും ഓടിച്ചകറ്റാത്ത ബാബയ്ക്ക് എങ്ങനെ അസഹായരെ അകറ്റി നിർത്താനാകും? അതായത് കഷ്ടപ്പെടുന്നവരെ എങ്ങനെ അകറ്റി നിർത്താനാകും എന്നാണ് പറയുന്നത്. ഇത്തരം രീതി കാരണം ആദ്യകാലത്ത് ശ്രുതിക്കാർ ബാബ ഭ്രാന്തനാണെന്ന് കരുതി. ഭ്രാന്തൻ ഫക്കീർ എന്നവിടുന്ന് കുറെ കാലം അറിയപ്പെട്ടു. ഭ്രാന്തൻ, അതായത് ഭ്രാന്തൻ എന്ന് വിളിക്കും. ഫക്കീർ എന്ന് പറഞ്ഞാൽ യാചകൻ, അത്രയേ ഉള്ളൂ അർത്ഥം. അപ്പോൾ യാചകൻ, ഭ്രാന്തനായിട്ടുള്ള യാചകൻ എന്നാണ് പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ ഈ ഫക്കീർ പരമദയാലുവും ദാനശീലനുമായിരുന്നു. കുപ്പയിലെ ഈ മാണിക്യത്തെ തിരിച്ചറിഞ്ഞ പരിശുദ്ധ ഹൃദയരും അന്ന് ശ്രുതിയിലുണ്ടായിരുന്നു. നമുക്കറിയാം, ഈ പല ആൾക്കാരും പല ക്ഷേത്രങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ പോകുമ്പോൾ അടുത്തുനിന്ന് സംസാരിക്കുമ്പോൾ, ഇപ്പം നമ്മളിപ്പോൾ കുംഭമേളയ്ക്കൊക്കെ പോകുമ്പോൾ പല സന്യാസിമാരും ഉണ്ടാവും. കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെയാണ്. നമ്മൾ അടുത്ത് സംസാരിക്കുമ്പോൾ ചിലർ നല്ല ഡോക്ടർമാരാവും, അല്ലെങ്കിൽ വേറെ എഞ്ചിനീയർമാരാവും, പല വലിയ ഉദ്യോഗത്തിലും IAS, IPS ഒക്കെ എടുത്തിട്ടുള്ള ആൾക്കാരൊക്കെ സന്യാസിമാരായിട്ട് അവിടെ നടക്കും. നമുക്ക് കണ്ടറിയൂ, അറിയാൻ പറ്റില്ല. പക്ഷെ നമ്മളെല്ലാവരും സന്യാസി എന്ന് പറയും. അതുപോലെ ഇദ്ദേഹത്തെ ഭ്രാന്തനായ ഫക്കീർ എന്ന് എല്ലാവരും വിളിച്ചിരുന്നു. പക്ഷെ ഭഗവാനെ അറിയുന്നവരായിട്ടുള്ള ആൾക്കാർക്ക് ഭഗവാൻ ഈശ്വരനാണ്. അങ്ങനെ ഈ പരിശുദ്ധ ഹൃദയത്തിലെ ഒരു ആളായിരുന്നു. പരിശുദ്ധ ഹൃദയം എന്ന് പറഞ്ഞാൽ അത്രയും ഒരു നല്ലൊരു ഹൃദയത്തിന് ഉടമയായിരുന്നു ആര്? ബായാജാബായി. ബായാജാബായി എന്ന് പറഞ്ഞാൽ താത്യാകോട്ടയുടെ അമ്മ, പരമഭക്ത. ഉച്ചയാകുമ്പോഴേക്കും ആ അമ്മ ചപ്പാത്തിയും കറിയും ഉണ്ടാക്കി ഒരു കൊട്ടയിലാക്കി കാട്ടിലേക്ക് പോകും. കുറ്റിക്കാടുകളിലും ഇടതിങ്ങിയ കാടുകളിലും ബാബയെ തേടി അവർ മൈലുകൾ നടക്കും. എവിടെയെങ്കിലും വെച്ചവർ ആ ഭ്രാന്തൻ ഫക്കീറിനെ കണ്ടെത്തും. ആ തൃപ്പാദങ്ങളിൽ വന്നിക്കും. പിന്നീട് ആഹാരം കഴിക്കാനായി പ്രാർത്ഥിക്കും. ബായാജാബായുടെ ഭക്തിയും കാരുണ്യവും ഹൃദയ വിശുദ്ധിയും കണ്ട് വാത്സല്യനിധിയായ ബാബ അവരുടെ പ്രാർത്ഥനയ്ക്ക് വഴങ്ങി. ആ അമ്മ ഇലയിട്ട് കുട്ടയിൽ നിന്നും ആഹാരം വിളമ്പി ഭഗവാനെ ഊട്ടു. ആലോചിച്ച് നോക്കൂ, ഭഗവാനെ ഭക്ഷണം കഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും കിട്ടുന്ന ഒരു മഹാഭാഗ്യം പിന്നെ വേറെന്താ ഉള്ളത്? ഈ സേവനം തുടരാൻ അവസാനം വരെ സായീശ്വരൻ അവരെ അനുവദിച്ചിരുന്നു. ആ അമ്മയുടെ നിഷ്കളങ്ക ഭക്തി മൂലം ബാബ അവരുടെ പുത്രന് ക്ഷേമമേകി. അമ്മയ്ക്കും മകനും ബാബ ഈശ്വരൻ തന്നെയായിരുന്നു. ബാബ പറഞ്ഞിട്ടുണ്ട്, സത്യത്തിൽ
സന്യാസമാണ് രാജകീയം. സന്യാസ ജീവിതമാണ് രാജകീയം എന്ന് ഭഗവാൻ പറയേണ്ടതായിട്ടുണ്ടല്ലോ. എന്തെന്നാൽ അതെന്നും നിലനിൽക്കും. ഭൗതികമായ നേട്ടങ്ങൾ ക്ഷണികമാണ്. സർവന്യാസേന ഇത് സർവത്തിനെയും ന്യസിക്കുന്ന ഒരു സന്യാസിയെ സംബന്ധിച്ചിട്ട് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളോ സുഖങ്ങളോ ദുഃഖങ്ങളോ ഒന്നുമില്ല. ഇങ്ങനെ ജീവിച്ചു പോവാ. അതാണ്. പിന്നെ ആത്മീയ കാര്യങ്ങളിൽ മുഴുകി എല്ലാവർക്കും പറ്റാവുന്ന തരത്തിലുള്ള അറിവുള്ളത് അനുസരിച്ചിട്ട് മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യാം. ഇതാണ് സന്യാസ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, സത്യത്തിൽ സന്യാസമാണ് രാജകീയമായിട്ടുള്ള അവസ്ഥ. കാരണം സുഖങ്ങളും ഇല്ല, ദുഃഖങ്ങളും ഇല്ല, ഒന്നുമില്ല, എല്ലാം തുല്യം. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ബാബ കാട്ടിലേക്ക് പോകുന്നത് നിർത്തി. അങ്ങനെ ബായാജാബായിയെ കഠിനാധ്വാനത്തിൽ നിന്നും അവിടുന്ന് ഒഴിവാക്കി. കാരണം ഇവര് പാവം ചപ്പാത്തിയും കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് ഭഗവാൻ എവിടെയാണോ കാട്ടിലേക്ക് പോണേ ആ കാടിന്റെ ഉള്ളിൽ കൂടെയൊക്കെ നടന്ന് എങ്ങനെയെങ്കിലും ഭഗവാനെ കണ്ടെത്തി ഭക്ഷണം കൊടുക്കലായിരുന്നു ബായാജാബായിയുടെ ജോലി. അപ്പൊ അത് കാരണം ഭഗവാൻ കാട്ടിലേക്ക് പോലും നിർത്തി. ഈ വയസ്സായ അമ്മ പിന്നെ എന്നെ എണ്ണിച്ചിട്ട് അങ്ങോട്ട് വരണ്ട. ആരുടെ ഹൃദയത്തിലാണ് ഭഗവാൻ വാസുദേവൻ വസിക്കുന്നത് ആ പുണ്യാത്മാവ് ധന്യ. ആ മഹത്തുക്കളുടെ സംസർഗം ലഭിക്കുന്ന ഭക്തജനങ്ങളും മഹാസുഹൃതികൾ തന്നെ. എന്താണ് ഭഗവാനെ പോലെയുള്ള ആൾക്കാർ, അത് ഈ നാരായണനെയാണ് പറയണേ, ഭഗവാൻ വാസുദേവൻ വസിക്കുന്നത് ആരുടെ ഹൃദയത്തിലാണോ അത്രയധികം നമ്മൾ ഭഗവാനെ വിചാരിച്ചാലാണ് ഭഗവാൻ നമ്മുടെ ഉള്ളിലൊക്കെ വരിക. അതാണ് അതിന്റെ പറയണേ. അത്തരം മഹാത്മാക്കളുടെ സംസർഗം ലഭിക്കുന്നത് തന്നെ മഹാസുഹൃതം എന്നാണ് പറയുന്നത്. താത്യായും മാലസപതിയും അത്തരം മഹാസുഹൃത്തുക്കളായിരുന്നു. എന്തുകൊണ്ടാ? സദാ ഭഗവാൻ സായീശ്വരന്റെ കൂടെ സഞ്ചരിക്കാൻ അവർക്ക് സാധിച്ചു എന്നർത്ഥം. ഇവർ ഇരുവരോടും സായീശ്വരനുണ്ടായിരുന്ന സ്നേഹം വിവരണാതീതം, അത്രയധികം ഇഷ്ടമായിരുന്നു. ഇരുവരും മസ്ജിദിൽ സായിക്കൊപ്പം ഉണ്ടും ഉറങ്ങിയും കഴിഞ്ഞു. രാത്രിയിൽ അവർ മൂന്നുപേരും കിടക്കുന്നത് മൂന്ന് ദിക്കിലേക്ക് ശിരസ് വെച്ചാണ്. പക്ഷേ നടുവിൽ പാദങ്ങൾ പരസ്പരം സ്പർശിച്ചിരുന്നു. അറിയാലോ, ഒരാളുടെ തല അവിടെ കിഴക്കാണെങ്കിൽ ഒരാളുടെ തല പടിഞ്ഞാറാവും, ഒരാളുടെ തല വടക്കോട്ടാവും. പക്ഷെ കാല് എല്ലാവരും അങ്ങോട്ട് ഇങ്ങനെ തൊട്ടിരിക്കുന്ന അർത്ഥം. അർദ്ധരാത്രി വരെ അവർ രസകരമായ കഥകൾ പറഞ്ഞിരിക്കും. ആർക്കെങ്കിലും ഒരാൾക്ക് ഉറക്കം വന്നാൽ മറ്റു രണ്ടുപേരും കൂടി ഉറക്കക്കാരനെ കുലുക്കി ഉണർത്തും. ഉറങ്ങാൻ സമ്മതിക്കാറില്ല. അവരെ കെട്ടിപ്പിടിച്ച് പലപ്പോഴും തന്റെ പ്രേമം സായീശ്വരൻ പ്രകടിപ്പിച്ചിരുന്നു. നമുക്കറിയാലോ, വളരെ ഇഷ്ടമുള്ള ആൾക്കാരെ നമ്മളിങ്ങനെ കൈകൊണ്ട് കെട്ടിപ്പിടിക്കും. ഇപ്പൊ കുട്ടികളൊക്കെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കും, അതൊക്കെ ചെയ്യും. അതുപോലെ ഭഗവാൻ ഇവരെ കെട്ടിപ്പിടിച്ചിട്ട് കിടക്കുന്നതാണ് പറയണത്. ആ കൃപയെ, അനുഗ്രഹത്തെ ആർക്ക് എങ്ങനെ അളക്കാനാകും? എത്ര ആനന്ദകരമായിരുന്നു അക്കാലം. അവര് അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. പിതാവ് മരിച്ചതോടെ താത്തയ്ക്ക് പ്രശ്നങ്ങളായി. വീട്ടിൽ ആളില്ലാത്തതിനാൽ അദ്ദേഹം മസ്ജിദിൽ നിന്നും താമസം മാറ്റി. ഇവരൊക്കെ ഭഗവാന്റെ കൂടെയുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അച്ഛൻ മരിച്ചപ്പോൾ പിന്നെ അദ്ദേഹത്തിന് വീട്ടിൽ ആളില്ലാണ്ടായപ്പോൾ എന്തായി, അദ്ദേഹം വീട്ടിലേക്ക് പോയി. ഗണപത് കോട്ടെ പട്ടേൽ, ഷിർദി, ചന്ദ്രഭാനു ഷേട്ടു, രഹട, കുഷൻ ചന്ദ് എന്നിവരെ ബാബയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഇവരൊക്കെ ഭഗവാന്റെ കൂടെയുള്ള ആൾക്കാരാണ്. അവരുടെ എല്ലാം ക്ഷേമകാര്യങ്ങളിൽ സായിനാഥ് അതീവ ശ്രദ്ധ ചെലുത്തി. അവനവന്റെ കാര്യങ്ങളെക്കാട്ടിലും ഉപരി ഭഗവാൻ ഈ കൂടെയുള്ള ആൾക്കാരുടെ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധാലുവായിരുന്നു. ഇവരെ കൂട്ടി ബാബ ഇടയ്ക്ക് രഹടയ്ക്ക് പോകും. യാത്ര കാളവണ്ടിയിൽ. അപ്പോൾ ഗ്രാമീണർ സായിയെ താളമേളങ്ങളോടെ എതിരേൽക്കാറുണ്ട്. ആ തൃപ്പാദങ്ങളിൽ അവർ നമിക്കും. സായി അവരെ അനുഗ്രഹിക്കും. ഈ രഹടയ്ക്ക് പോകുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാർ ഭഗവാൻ ആ ഗ്രാമത്തിലേക്ക് കടക്കുന്ന സമയത്ത് താളമേളങ്ങളോടെയൊക്കെ സ്വീകരിച്ച് എല്ലാവരും നമസ്കരിക്കും. ഭഗവാൻ അവരെയൊക്കെ അനുഗ്രഹിക്കും. തിരക്കൊഴിയുമ്പോൾ കുഷൻചന്ദ് സായീശ്വരനെ സ്വഗൃഹത്തിലേക്ക് കൊണ്ടുപോകും. വേണ്ട വിധം പരിചരിക്കും. ബാബ അവരിൽ സന്തോഷം ഉണർത്താനായി സംസാരിക്കും. ഒടുവിൽ എല്ലാവർക്കും അനുഗ്രഹം ചൊരിഞ്ഞ ശേഷം ബാബ ഷിർഡിയിലേക്ക് യാത്രയാവും. രഹടയിൽ നിന്ന് ഷിർഡിയിലേക്ക് പോകും. സായിനാഥന്റെ ഭൗതിക ശരീരം ഇതിനപ്പുറം പോയിട്ടില്ല. പക്ഷേ ഇവിടെ എന്തു നടന്നാലും അവിടുന്ന് ആ നിമിഷം അത് അറിഞ്ഞിരുന്നു. ബാബ തീവണ്ടി കണ്ടിട്ടേയില്ല. പക്ഷേ
അവയുടെ വരവും പോക്കും സമയവിവരവും കൃത്യമായി അറിഞ്ഞിരുന്നു. അറിഞ്ഞിട്ട് ഭഗവാൻ എല്ലാവരോടും പറയുക, ഇന്ന സമയത്ത് ഇന്ന വണ്ടി വരുന്നുണ്ട് എന്നൊക്കെ ഭഗവാൻ അവിടെ ഇരുന്നിട്ട് മഞ്ചത്തിൽ എന്ന് പറയും. സായീശ്വരന്റെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിച്ചവർക്ക് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് അവഗണിച്ചവർക്കാവട്ടെ ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വന്നു. ഇതിനെക്കുറിച്ചാണ് ഇനി അടുത്ത 9-ാം അധ്യായത്തിൽ പറയണം. അതായത് ഭിക്ഷാടനം. എന്തായാലും എല്ലാവരും സച്ചരിതം കേൾക്കുക. ആ സച്ചരിതം കേൾക്കുന്നത് തന്നെ മഹാഭാഗ്യമാണ്. സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും, സർവ്വരോഗശാന്തി ഉണ്ടാവും. അപ്പോൾ അഷ്ടൈശ്വര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലെല്ലാവർക്കും ആയുരാരോഗ്യം ഉണ്ടാവാനായിട്ട് നമ്മൾ ഈ സച്ചരിതം കേൾക്കുക, വായിക്കുകയും ചെയ്യുക. പുസ്തകം പറ്റാവുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ ദാനമായിട്ട് കൊടുക്കുകയും ചെയ്യുക. ഇതാണ് നമ്മൾ ഭഗവാന് വേണ്ടി ചെയ്യുന്ന സേവ. ഓം ജയ് സായിരാം. നമഃ ശിവായ.